ഹലോ, പത്രമാറ്റിൻ്റെ ഇന്നത്തെ പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ്, ലൈക്ക് ഒക്കെ ചെയ്യാൻ മറക്കല്ലേ. അങ്ങനെ അനഘയുടെ ബന്ധുവിനോട് സംസാരിക്കട്ടെ എന്നും പറഞ്ഞ് അബി ഏർപ്പാടാക്കിയിരുന്ന ആ 2 ഗുണ്ടകളുടെ അടുത്തെത്തി പറയുന്നുണ്ട്, എടാ അവൾ കോമാ സ്റ്റേജിലാണ്, അതുകൊണ്ട് അവളുടെ നാവിൽ നിന്ന് സത്യങ്ങളൊന്നും പുറത്തു വരില്ല. അപ്പോൾ അവന്മാർ പറയുന്നുണ്ട്, ഓ ആശ്വാസമായി എന്ന്. എന്നിട്ട് അബി പറയുന്നുണ്ട്, ഇതുവരെ കളിക്കാത്ത കളിയാണ് ഞാൻ കളിച്ചു കൊണ്ടിരിക്കുന്നത്. അത് എൻ്റെ മുത്തച്ഛൻ്റെ മുൻപിലും എൻ്റെ വീട്ടുകാരുടെ മുൻപിലും എനിക്ക് തരുന്ന മൈലേജ് ചിലപ്പോൾ ഞാൻ ചിന്തിക്കുന്നതിലും അപ്പുറമായിരിക്കും. അതുകൊണ്ട് ICUയിൽ കിടക്കുന്ന അവളെ വീട്ടിലേക്ക് കൊണ്ടുപോയാലും നിങ്ങൾ ആ പരിസരത്ത് തന്നെ ഉണ്ടാകണം. എപ്പോഴെങ്കിലും അവളുടെ രോഗാവസ്ഥയിൽ പുരോഗമനമുണ്ടായാൽ അവിടെ പിന്നെ ചിന്തിച്ച് സമയം കളയരുത്. അവളുടെ മരണം ഉറപ്പാക്കിയിരിക്കണം. പിന്നെ ആ ശരീരം ചലിക്കരുത്. അങ്ങനെ പറയുകയാണ് ദുഷ്ടനായ അബി. പിന്നെ ഡോക്ടറിനെയും മുത്തശ്ശനെയുമാണ്. ഡോക്ടർ പറയുന്നുണ്ട് മുത്തശ്ശനോട്, സാറിൻ്റെ കൊച്ചുമോളാണ് ചന്തുമോളുടെ അച്ഛൻ എന്ന് അവൾ എന്നോട് നേരത്തെ പറഞ്ഞിരുന്നു. അപ്പോൾ മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്, ഏത് കൊച്ചുമാനാണ് എന്ന് പറഞ്ഞിരുന്നു? അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട്, ഇല്ല, അത് പറഞ്ഞിരുന്നില്ല. സാറിനോട് അത് അവൾ പറഞ്ഞിരുന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട്, ഇല്ല, അത് പറയുമ്പോഴേക്കുമാണല്ലോ അവൾക്ക് സുഖമില്ലാതായത്. എന്നിട്ട് മുത്തശ്ശൻ പറയുന്നുണ്ട്, അവളുടെ വീട്ടിൽ കണ്ട ആദർശിൻ്റെയും അനഘയുടെയും ഒന്നിച്ചിട്ടുള്ള ആ ഫോട്ടോയിനെ പറ്റിയൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട്, എന്നാൽ പിന്നെ സംശയിക്കാൻ എന്തിരിക്കുന്നു, ആദർശ് തന്നെയായിരിക്കും ആ കുഞ്ഞിൻ്റെ അച്ഛൻ. അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട്, എൻ്റെ തനി പകർപ്പ എൻ്റെ കൊച്ചുമോൻ, ജീവിതത്തിൽ ആരെയും ചതിക്കാത്തവൻ. അവനൊരിക്കലും അങ്ങനെയുള്ള തെറ്റ് ചെയ്യില്ല. അവനിങ്ങനെ ഒരു ബന്ധമുണ്ടായിരുന്നുവെങ്കിൽ അവനൊരിക്കലും ആ കുഞ്ഞിനെയും അമ്മയെയും കൈവിടില്ല. അപ്പോൾ ഡോക്ടർ ചോദിക്കുന്നുണ്ട്, പിന്നെ എങ്ങനെയാണ് ആ ഫോട്ടോ അവിടെ വന്നത്? അപ്പോൾ മുത്തച്ഛൻ പറയുന്നുണ്ട്, അതിനെപ്പറ്റി കാര്യമായി അന്വേഷിക്കണം. സത്യങ്ങൾ പുറത്തറിയുന്നത് വരെ മോള് ഞങ്ങളോടൊപ്പം താമസിക്കട്ടെ. അന്നേരം ഡോക്ടർ പറയുന്നുണ്ട്, സാറിൻ്റെ ഒപ്പമാണ് മോള് വളരുന്നതെങ്കിൽ എനിക്കത് വളരെ ആശ്വാസമാണ്. എനിക്ക് വല്ലാത്തൊരു മാനസിക അടുപ്പമുണ്ട് ആ അമ്മയോടും കുഞ്ഞുമായിട്ട്. അതോടൊപ്പം ആ കുഞ്ഞിന് നല്ലൊരു ഷെൽട്ടർ കിട്ടണമെന്ന് പ്രാർത്ഥനയുമുണ്ട്. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, എന്തായാലും ഒരു കാര്യം ഉറപ്പിച്ചോ, ആ മോൾക്ക് അനന്തപുരി തറവാട് എന്നും ഒരു തണലായിരിക്കും. അവൾ ഞങ്ങളോടൊപ്പം ഉള്ളിടത്തോളം കാലം. അത് കേട്ടപ്പോൾ ഡോക്ടറിന് നല്ല ആശ്വാസമാകുന്നുണ്ട്. പിന്നെ ആദർശിനെയും അബിയെയുമാണ്. ആദർശ് പറയുന്നുണ്ട്, എന്തൊക്കെയോ കളികൾ ഇതിൻ്റെ പിന്നിലുണ്ട്. സമ്പത്തുള്ള വീട്ടിലേക്ക് ആ കുഞ്ഞിനെ പറിച്ചു നടാൻ വേണ്ടി അവരൊക്കെ ശ്രമിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അബി പറയുന്നുണ്ട്, എനിക്കും അത് തന്നെയാ സംശയം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഏട്ടൻ നാണം കെടേണ്ട, ആ കുറ്റം ഞാൻ എടുത്തോളാം എന്ന്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് മുത്തശ്ശൻ വരുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ആരും കുഞ്ഞിൻ്റെ കാര്യത്തിൽ ഒരു ത്യാഗവും സഹിക്കേണ്ട. ആ മോള് എൻ്റെ കൊച്ചു മക്കളിലൊരാളുടെ മോളാണെന്ന് ഉറപ്പാണ്. അതുകൊണ്ട് മോള് നമ്മുടെ കൂടെ പോരട്ടെ. അപ്പോൾ ആദർശ് ചോദിക്കുന്നുണ്ട്, മുത്തശ്ശ നമ്മൾ വീട്ടിലെത്തിയിട്ട് എന്താ പറയുക? അപ്പോൾ അബി പറയുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, വീട്ടിലുള്ളവരുടെ നാവടപ്പിക്കാൻ എൻ്റെ കുഞ്ഞാണെന്ന് ഞാൻ പറഞ്ഞോളാമെന്ന്. ഏതായാലും അബിയുടെ നിർബന്ധം കണ്ടിട്ടോ എന്തോ എന്നറിയില്ല, മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്, ശരിക്കും ചന്തുമോൾ നിൻ്റെ കുഞ്ഞാണോ? അപ്പോൾ അബി പറയുന്നുണ്ട്, അയ്യോ അല്ല മുത്തശ്ശ. എന്താ മുത്തശ്ശൻ അങ്ങനെ ചോദിച്ചത്? ഏതായാലും ഒന്ന് പേടിച്ചു നമ്മുടെ അബി. എന്നിട്ട് മുത്തശ്ശൻ പറയുന്നുണ്ട്, നിന്റെ കുഞ്ഞല്ലല്ലോ, അതുകൊണ്ടാ പറഞ്ഞത് നീ അങ്ങനത്തെ ത്യാഗം സഹിക്കണ്ട എന്ന്. അനാഥ ബാലികകളെ സംരക്ഷിച്ച് എനിക്ക് നല്ല പരിചയമുണ്ട്. നിന്റെ അമ്മയെ മാത്രമേ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നിട്ടുള്ളൂ. ബാക്കി ഒരുപാട് കുഞ്ഞുങ്ങൾ എൻ്റെ സംരക്ഷണത്തിൽ വളരുന്നുണ്ട്. അതുകൊണ്ട് ചന്തുമോൾ എനിക്ക് ഒരു അധികപ്പറ്റിയല്ല. അപ്പോൾ ആദർശ് ചോദിക്കുന്നുണ്ട്, പക്ഷേ മുത്തശ്ശ, ഒരു കൂട്ടർ വെറുതെ ആ കുഞ്ഞ് എൻ്റേതാണെന്ന് ആരോപിക്കുമ്പോൾ അതിനെ ന്യായീകരിക്കുന്ന പ്രവൃത്തിയല്ലേ മുത്തശ്ശൻ ചെയ്യുന്നത്? അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട്, ചന്തുമോളെ ഇപ്പോൾ വീട്ടിൽ കൊണ്ടുപോയില്ലെന്നിരിക്കട്ടെ, അതുകൊണ്ട് എന്ത് മെച്ചമാണ് ഉണ്ടാകാൻ പോകുന്നത്? സോഷ്യൽ മീഡിയ അത് ചികഞ്ഞെടുത്താൽ പിന്നെ നീ ആയിരിക്കും അതിന് ഉത്തരം പറയേണ്ടി വരിക. അനഘയുടെ വീട്ടിൽ കൂടിയ എല്ലാവരും ഇപ്പോഴും പുറത്തുണ്ട്. ചന്തുമോളെ നമ്മൾ ഏറ്റെടുത്തില്ലെങ്കിൽ അവർ നമ്മുടെ തറവാട്ടിലേക്ക് വരുമെന്ന് ഉറപ്പാ. തൽക്കാലം അത്തരം നീക്കങ്ങൾ ഒഴിവാക്കാൻ മോളെ കൂടെ കൂട്ടുന്നത് തന്നെയാണ് നല്ലത്. അബിയും ചോദിക്കുന്നുണ്ട്, അവിടെ എത്തിയിട്ട് എന്ത് പറയും മുത്തശ്ശ? അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, പറയേണ്ടതൊക്കെ ഞാൻ പറഞ്ഞോളാം. മോളെ പറഞ്ഞൊന്ന് മനസ്സിലാപ്പിക്കണം. പിന്നെ ചലനശേഷിയില്ലാത്ത, ആരും സഹായത്തിനില്ലാത്ത ഒരു അമ്മയുടെ കുഞ്ഞിനെ ഞാൻ ഏറ്റെടുത്തു, അത്രയേ ഉള്ളൂ. അപ്പോഴേക്കും നമ്മുടെ ചന്തുമോൾ കാറിൽ നിന്നിറങ്ങി അങ്ങോട്ടേക്ക് മെല്ലനെ നടന്നു വരുന്നത് കാണുമ്പം തന്നെ പാവം തോന്നുന്നുണ്ട്. മുത്തശ്ശൻ അവളെ വാരി എടുക്കുന്നുണ്ട്. മോള്
എന്നിട്ട് അമ്മയെ പറ്റി ചോദിക്കുന്നുണ്ട്. മുത്തശ്ശൻ അവൾക്ക് അമ്മയെ കാണിച്ചു കൊടുക്കുന്നൊക്കെ ഉണ്ട്. പിന്നെ അനിയെയാണ് കാണിക്കുന്നത്. നന്ദുവുമായി ഒരു കോണ്ടാക്റ്റും ചെയ്യാൻ പറ്റാത്തതിൻ്റെ വിഷമത്തിലാണ് അനി. പിന്നെ കാണിക്കുന്നത് കുഞ്ഞുമായി അവർ അനന്തപുരിയിൽ എത്തുന്നുണ്ട്. കുഞ്ഞിനെ കണ്ട് എല്ലാവരും ഒന്ന് പകച്ചു പോകുന്നുണ്ട്. ഏതായാലും മുത്തശ്ശൻ കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നുണ്ട്. ആരും സഹായത്തിനില്ലാത്ത ഒരു അമ്മയുടെ മകളാണ്, അതുകൊണ്ട് അവളെ അനാഥമാക്കാൻ തോന്നിയില്ല. അതുകൊണ്ട് ഈ കുട്ടിയുടെ സംരക്ഷണം ഞാൻ ഏറ്റെടുത്തു. മോളുടെ പേര് ചാന്ദിനി എന്നാണ്, ചന്തു എന്ന് വിളിക്കും. ഈ വീട്ടിലെ കൊച്ചുമോളായിട്ട് വളർത്താനാണ് എൻ്റെ തീരുമാനം. അത് കേട്ട് ജലജയ്ക്കൊട്ടും ഇഷ്ടപ്പെടുന്നില്ല. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, അച്ഛൻ്റെ എന്ത് പറ്റി, എന്താണ് പറ്റിയത്? നാട്ടിലുള്ള സകല കുഞ്ഞുങ്ങളെയും അച്ഛൻ ഈ വീട്ടിൽ വിളിച്ചു കൊണ്ടുവരികയാണോ? അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, ഈ ചോദ്യം ചോദിക്കാൻ നിനക്കൊരു അർഹതയുമില്ല. ഇതേമാതിരിയിൽ വന്നവളാണ് നീയും. ഇനി ഇവളും ഈ വീട്ടിലെ അവകാശിയാണ്. മോളെ ഭയപ്പെടുത്തരുത്. ഇപ്പോൾ തന്നെ അവൾ പേടിച്ചിട്ടാണ് ഉള്ളത്. അപ്പോൾ നയന വന്ന് കുഞ്ഞിനോട് പേടിക്കണ്ട മോളെ എന്നും പറഞ്ഞ് കുഞ്ഞിനെ കൂട്ടിയിട്ട് പോകുന്നുണ്ട്. പിന്നെ അഭി ജലജയോട് പറയുന്നുണ്ട്, ഒരു കൊച്ചു കുഞ്ഞല്ലേ അമ്മേ, അതിനെ സ്നേഹിച്ചാൽ പുണ്യം കിട്ടും എന്നും പറഞ്ഞിട്ട് പോകുന്നുണ്ട്. പിന്നാലെ ജലജയും പോകുന്നുണ്ട്. എന്നിട്ട് കുത്തി കുത്തി ചോദിക്കുന്നുണ്ട്, എവിടുന്നാടാ ഈ കുട്ടി, ആരുടെ കുട്ടിയായെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷേ അഭിയൊന്നും വിട്ടു പറയുന്നില്ല. അപ്പോഴേക്കും അഭിയുടെ ഫോണിൽ ഒരു കോൾ വരുന്നുണ്ട്. കോൾ വന്നിട്ട് അഭി ഇങ്ങനെ ഞെട്ടുന്നത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ കഥ ഇവിടെ അവസാനിക്കുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.